friends. എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പെപ്പർ ചിക്കൻ, ഇത് ശരിക്കും പെപ്പർ ചിക്കൻ ആണ് കേട്ടോ. ഇതിന്റെ ഹൈലൈറ്റ് പെപ്പർ പൗഡർ ആണ്. മറ്റ് മസാലാസ് ഒക്കെ നമ്മൾ കുറച്ച് കുറവാണ്, പെപ്പർ പൗഡർ ആണ് നമ്മൾ കൂട്ടിയിടുന്നത്. ഭയങ്കര ഈസി ആയിട്ട് ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്, പക്ഷെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരി, റൊട്ടി, ബ്രെഡ് ഇതിന്റെ ഒക്കെ കൂടെ ഈസി ആയിട്ട് കഴിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പം നമ്മുടെ ബാച്ചിലേഴ്സ് ചിക്കൻ കറിക്ക് വേണ്ടിയ സാധനങ്ങളെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി. ഞാനിവിടെ 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചത് അല്ലെങ്കിൽ ചോപ്ഡ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഒരു സൈഡിൽ മാറ്റി വെക്കാം. അതിനുശേഷം ഉള്ളി, ഞാനിവിടെ 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഞാൻ നന്നായിട്ട് സ്ലൈസ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനകത്ത് തക്കാളി ഒന്നും ആവശ്യമില്ല. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പിന്നെ നമ്മുടെ ചിക്കൻ്റെ പീസസ്, ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാച്ചിലേഴ്സ് ചിക്കൻ കറി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര സിമ്പിളായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റിനെ നന്നായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 ചിക്കൻ ബ്രസ്റ്റ് പീസസാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ആ ചിക്കൻ ബ്രസ്റ്റ് പീസസിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസസിനെല്ലാം നന്നായിട്ട് ഒരു അര നാരങ്ങയും 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 2 വറ്റൽമുളകും, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ബേ ലീഫ്, 2 ഗ്രാമ്പു, 2-3 ഏലക്കായ, പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ കറിവേപ്പില ഒരു പിടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ആഡ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുവരെ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴണ്ടതിന് ശേഷം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റായി നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ഞാൻ 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ കാണിച്ചില്ല, ഞാൻ കാണിക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിക്ക് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. വേറെ ഒരു മസാല ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയത് കുരുമുളക് പൊടി നമ്മൾ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ചിക്കനൊക്കെ ഒന്ന് ഹാഫ് കുക്കായി കഴിയുമ്പോൾ 1 ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മസാലയൊന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക, ചിക്കൻ പീസസ്. എന്നിട്ട് അത് ഒരു മീഡിയം ഹീറ്റിൽ വെക്കുക. അത് നന്നായിട്ട് കിടന്ന് കുക്കാവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഹാഫ് കുക്കായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കുമ്പോഴത്തേക്കും ഒരു ഹാഫ് കുക്കൊക്കെ ആയി, നമ്മുടെ ഒരു സെമി ഗ്രേവി പരിവൊക്കെ ആവില്ലേ, അപ്പോഴത്തേക്കും ഞാൻ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മസാല ആഡ് ചെയ്യുമ്പോൾ തന്നെ 1 ടീസ്പൂൺ ഓൾറെഡി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതാണ് ഇഷ്ടമായിട്ട്. നമ്മുടെ കുരുമുളകിനെ ഒന്ന് ചതച്ച് പൗഡറാക്കി എടുത്താൽ അത്രയും രുചിയാട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് 1-2 മിനിറ്റും കൂടെ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിനെ അങ്ങ് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതങ്ങ് സെറ്റ് ആയിക്കോളും. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് നമ്മുടെ ബാച്ചിലേഴ്സ് ചിക്കൻ കറി വെക്കുക എന്നുള്ളത്. പെപ്പർ ചിക്കൻ ആണ് കേട്ടോ. വീണ്ടും പെപ്പർ ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസ് ഒക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.